ഹായ് ഹലോ ഫ്രണ്ട്സ്, അരുണാണേ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിരുന്നു, ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന യാത്രയുടെ ഒരു വീഡിയോ ഒക്കെ. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ആര്യസിലൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ട് വരുന്ന വഴി ചിച്ചുവിന് ഒരു പാർക്ക് കണ്ടപ്പോൾ അവിടെ കയറണമെന്ന് തോന്നി. നമ്മൾ നെടുമങ്ങാട് വഴിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്, എൻ്റെ വീട്ടിലേക്ക്. അപ്പം നെടുമങ്ങാട് നഗരസഭയുടെ കീഴിലുള്ള ഒരു പാർക്കാണ്. അവിടെ ഒരുപാടൊന്നും കളിക്കുന്ന എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ എന്നാലും ഉള്ളതൊക്കെ വെച്ചിട്ട് പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിച്ചുവിന് അവിടെ കയറണം എന്നുള്ളൊരു ഇതായതുകൊണ്ട് ഞങ്ങളവിടെ കയറ്റിയായിരുന്നു. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഈ വെക്കേഷൻ കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ സമയത്തൊന്നും ഇതുപോലുള്ള പാർക്കുകളിലോ ഒന്നുമുള്ള കളിക്കാനുള്ളൊരു അവസരം അവൾക്ക് കിട്ടിയില്ല. അവൾക്കും കിട്ടിയില്ല, മോനും പറ്റിയില്ല. കാരണം എൻ്റെ അച്ഛനൊക്കെ സുഖമില്ലാതെ കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയും കാര്യങ്ങളായിട്ടൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല. ഇപ്പോൾ ഇതാ കണ്ടോ, ഇതിനൊരു ചെറിയ അവസരം കിട്ടിയപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതാ, മുകളിലോട്ടൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം. അങ്ങനെയാണ് കേട്ടോ, ഏതിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അവൾ. അപ്പോൾ ഇങ്ങനെ ഈ ചിറക് വീഴുന്ന സാധനത്തിലൊക്കെയാണ് കൂടുതലായിട്ട് അവൾ കയറിയത് കേട്ടോ. അച്ഛന് ഈ കൊച്ചു പിള്ളേരുടെ ഇതിലൊന്നും കയറാനൊന്നും വലിയ താല്പര്യമില്ല. അവനിങ്ങനെ അവരുടെ തിരിപ്പുണ്ട്, അവനും റീമയും കൂടെ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. ചിച്ചു ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ മറിയുക കിടന്ന് കേട്ടോ, കയറി പോകുന്നുണ്ടോ. എന്തൊക്കെയായാലും വെക്കേഷനൊന്നും ഇങ്ങനെ ഒന്നും സ്ഥലത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കിതൊരു ആശ്വാസമാവട്ടെ എന്ന് കരുതി. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം നല്ല വൃത്തിയായിട്ടാണ് ഈ പരിസരമൊക്കെ അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഈ ചിറയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ്, നല്ല അടിപൊളിയായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ചിറയും ആ പരിസരവും എല്ലാം കണ്ടോ, നല്ല വൃത്തിയാണ്. നമ്മൾ മുമ്പും ഇവിടെ വന്നിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ചിച്ചു ഭയങ്കര ബഹളമായിരുന്നു, പിന്നെ പോകാം. എന്തായാലും വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിൽ കയറിയായിരുന്നു. ഒരു ബേക്കറി സ്റ്റേഷനറി എല്ലാം കൂടെ ഉള്ള. പക്ഷെ അവിടെ ഒത്തിരി കവറിലെ പലഹാരങ്ങളുണ്ട് കേട്ടോ, എല്ലാം തോനെ. അതായത് വളരെ കൂടുതലായിട്ടും നല്ല ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റും ഒക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പല വെറൈറ്റി ഐറ്റംസ്. അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ കടയിൽ അത് ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് കാട്ടാക്കടയൊക്കെ എത്തുന്നതിന് മുന്നേ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കവറിലെ ഈ പലഹാരങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ റീമ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഈ പിള്ളേർക്ക് 2 പേർക്കും ദാഹിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പേർക്ക് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ലൈം ജ്യൂസ് കൂടെ പറഞ്ഞു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് 2 പേരും കേട്ടോ, ആകാംക്ഷയായിട്ട്. അങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഇനി പുതിയ ഒരു വീഡിയോ വരുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയത് തന്നെ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അച്ഛൻ്റെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.